ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫ്രീ ഫയറിൽ ഒരു ഗെയിം കളിച്ചിട്ട് ബാക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഡയമണ്ട് ലഭിച്ചാലോ? ഇത് കേൾക്കാൻ നേരത്ത് കുറെ പ്ലേയേഴ്സ് ചിന്തിച്ചേക്കാം, ഇത് എന്താണ് ബ്രോ കേൾക്കുന്നത്, ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് ഒരു ഡയമണ്ട് കിട്ടുമോ? അത് മാത്രമല്ല, പഴയതുപോലെ ഫ്രീ ഫയറിലേക്ക് ഒരു ആഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആഡ് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഡയമണ്ട് ലഭിക്കുന്നുണ്ട്. അതേ ഫ്രണ്ട്സ്, പണ്ടത്തെ ഫ്രീ ഫയറിൽ ഒരു ആഡ് സിസ്റ്റം ഉണ്ടായിരുന്നു ഗൈസ്, അതായത് വാച്ച് ആൻഡ് വിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആഡ് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും കുറെ ഡയമണ്ടും കിട്ടുമായിരുന്നു. ഈ ഒരു ആഡെല്ലാം ഫ്രീ ഫയറിലേക്ക് തിരിച്ചു വരികയാണ് ഗൈസ്. ഇതെന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? ഇതിന് കാരണം കുറെ പ്ലേയേഴ്സ് ഗെയിം കളിക്കുന്നില്ല. കൂടുതൽ പ്ലേയേഴ്സിനും ഫ്രീ ഫയർ കളിക്കാൻ താല്പര്യമില്ലാതെ ആകെ ബോറടിച്ചിരിക്കുകയാണ് ഗെയിം കളിക്കാനൊക്കെ ആയിട്ട്. എല്ലാ പ്ലേയേഴ്സിനും മനസ്സിൽ ഇങ്ങനെയാണ്, പണ്ടത്തെ ഫ്രീ ഫയർ വേറെ ലെവലായിരുന്നു, ബട്ട് ഇപ്പോഴുള്ള ഫ്രീ ഫയർ വലിയ രസമില്ല, അതായത് പഴയ പോലെ ഒന്നും അല്ല. ഗെയിം ആകെ നശിച്ചു പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ ഗെയിം കളിക്കാതെ ഗെയിമിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഗെരിന ഫ്രീ ഫയർ മനസ്സിലാക്കി, അതുകൊണ്ടാണ് അവർ സർവേ എടുത്തത്. അപ്പോൾ സർവേയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, വാച്ച് ആൻഡ് ഡയമണ്ട്സ് ഇതുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് പണ്ട് ഗെയിം കളിക്കുമായിരുന്നു. അത് മാത്രമല്ല, ഫ്രീ ആയിട്ട് ഒരുപാട് ഡയമണ്ട് ലഭിക്കുമായിരുന്നു. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡയമണ്ട് കൊടുക്കും, അതായത് നമ്മൾ ആഡ് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുക ഡയമണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ കുറെ പ്ലേയേഴ്സ് തിരിച്ചു വരുന്ന ഗെരിന ഫ്രീ ഫയർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും മാത്രമല്ല, ഗീവ് 1 ഡയമണ്ട് ഫോർ 1 ഗെയിം എവരിഡേ. എല്ലാ ദിവസവും ഗെയിം കളിച്ചാൽ നമുക്ക് ഒരു ഡയമണ്ട് വെച്ച് കിട്ടിയാലോ? ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഡയമണ്ട് ലഭിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. അതായത് ഗെയ്സ്, കുറെ പ്ലേയേഴ്സ് ഗെയിം കളിക്കുന്നില്ല, എല്ലാ പ്ലേയേഴ്സിനും തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രമല്ല, കുറെ പ്ലേയേഴ്സിന്റെ മൊബൈലാണെങ്കിൽ ഫ്രീ ഫയർ ഉണ്ടാവും, ബട്ട് ഗെയ്സ് അവരൊന്നും ഗെയിം ഓപ്പൺ ആക്കുന്നില്ല. നിറയെ പ്ലേയേഴ്സിന്റെ മൊബൈലിൽ ഫ്രീ ഫയർ ഉണ്ടാവും ഗെയ്സ്, ബട്ട് ഗെയ്സ് അത് അവരൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല, അത് ചുമ്മാ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾഡ് എല്ലാ ഫ്രീ ഫയർ പ്ലേയേഴ്സും ആക്റ്റീവ് ആവണം. അത് മാത്രമല്ല, എല്ലാ പ്ലേയേഴ്സിനും കൂടി തിരിച്ച് ഗെയിം കളിപ്പിക്കണം. ഫ്രീ ഫയറിന് എതിരാളികളായിട്ട് 2 ബാറ്റിൽ റോയൽ ഗെയിം വരുന്നുണ്ട്. വരാൻ പോകുന്ന 2 ഗെയിമുകളാണ് ഇൻഡസ് ഗെയിം, പിന്നെ UGW. അപ്പോൾ ഗെരിന ഫ്രീ ഫയർ ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിലും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സും മിക്കവാറും മറ്റു ഗെയിമിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ കുറെ പ്ലേയേഴ്സ് ഗെയിം കളിക്കുന്നില്ല. അത് മാത്രമല്ല, പുതിയ വരാൻ പോകുന്ന ഗെയിമിലേക്ക് എല്ലാ പ്ലേയേഴ്സും പോവുകയാണെങ്കിൽ ഗെരിന ഫ്രീ ഫയർ ആകെ സീനാവും ഗൈസ്. ഫ്രീ ഫയറിന്റെ എൻഡ് ആയിരിക്കും അത്. UGW ആണെങ്കിൽ പബ്ജിയെ പോലെ ഇരിക്കുന്ന ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ അത് വരുന്നുണ്ട്. പുതിയ കൺസെപ്റ്റിൽ വരുന്ന ഒരു ഗെയിമാണ്, ബാറ്റിൽ റോയൽ ഗെയിമാണ് ഇൻഡസ് ഗെയിം. ഗെരീന ഫ്രീ ഫയറിന് അറിയാം, അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യൻ സർവർ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഫ്രീ ഫയറിനെ, അതായത് ഫ്രീ ഫയർ മാക്സിലെ പ്ലേയേഴ്സിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ സർവേ അതുകൊണ്ടായിരിക്കും. ഗെരീന ഫ്രീ ഫയർ ഇങ്ങനെ സർവേ എടുക്കാതെ നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിക്കാതെ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഇൻഡസ് ഗെയിം പിന്നെ UGW ഇവിടെ വരും. എല്ലാവരും കൂടി ഇൻഡസ് ഗെയിമിലോട്ടോ അല്ലെങ്കിൽ UGW പോവുകയാണെങ്കിൽ ഫ്രീ ഫയറിന് പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഗെരീന ഫ്രീ ഫയർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ സർവേയും പിന്നെ ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മാർച്ച് 21 നമുക്ക് എല്ലാവർക്കും തന്നെ OB39 അപ്ഡേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിൽ നമുക്ക് മാർച്ച് 21 ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, അന്ന് നമുക്ക് മെയിൻ്റെനൻസ് ബ്രേക്ക് ആയിരിക്കും, അതായത് അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത OB39 അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അവർ നോക്കിയിട്ട് നല്ല ഐറ്റംസ് ഒക്കെ തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് തന്നെ ആകെ സീനായിരിക്കും ഗൈസ്, ഗെയിമൊക്കെ അവസാനിക്കും. അതുകൊണ്ടാണ് ഓൾഡ് ലോബി മ്യൂസിക് ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഗൈസ് ഗെരീന ഫ്രീ ഫയർ. പിന്നെ ഗ്ലൈഡർ ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഗ്ലൈഡർ വന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ മാപ്പിൽ കൂടി ഇങ്ങനെ പറക്കാൻ സാധിക്കും, വേറെ ലെവലായിരിക്കും. ഇതൊന്നും മാത്രമല്ല, പണ്ടത്തെ ഫാക്ടറി ടോപ്പ് വേറെ ലെവലായിരുന്നു ഗൈസ്, ഇപ്പോഴുള്ള പോലെ ആയിരുന്നില്ല, വേറെ രീതിയിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഫാക്ടറി റൂഫിൽ നമുക്കൊരു ഓട്ട കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടയുടെ ഉള്ളിൽ കൂടി നമുക്ക് താഴേക്കൊക്കെ ചാടാൻ സാധിക്കും. പണ്ട് ഫാക്ടറി റൂഫിൽ ഇങ്ങനെ ഓട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വന്ന് ഈ ഫാക്ടറി റൂഫിൽ ഇറങ്ങുമായിരുന്നു ഗൈസ്. ഫാക്ടറി റൂഫിൽ പണ്ട് ഓട്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ പ്ലേയേഴ്സ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇറങ്ങും, കുറെ പ്ലേയേഴ്സ് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഒരു പ്ലെയർ ആയിരിക്കും അവിടെ ക്യാമ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വളരെ മാസമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതെല്ലാം റിട്ടേൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾഡ് മ്യൂസിക് റിട്ടേൺ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതൊക്കെയാണ് റിട്ടേൺ വരാൻ പോകുന്ന ഓൾഡ് മ്യൂസിക് എന്ന് നോക്കുകയാണെങ്കിൽ, ഫ്രീ ഫയറിൽ പണ്ട് വന്നിട്ടുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ് ഗൈസ് നമ്മൾ ഇനി അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രീ ഫയറിന്റെ ഓൾഡ് മ്യൂസിക് കേൾക്കാൻ നേരത്തെ നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.